ഇത്രയും വണ്ടികൾക്ക് തടസ്സമായിട്ട് എനിക്കറിയത്തില്ല ഈ ആൾക്കാർക്ക് ഒരു ബോധം ഇല്ലയോന്ന്. ഇത്രയും ആൾക്കാര് നിക്കുന്ന, ഇത്രയും വണ്ടി ബ്ലോക്ക് ആയി കിടക്കുന്ന ആ സമയത്താണ് ഇതാ റോഡിൽ കിടന്ന ആൾക്കാർ അടി ഉണ്ടാക്കുവാണ്. മറ്റുള്ളവരുടെ ടൈം ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളൊരു മാന്യതയായിട്ടുള്ളൊരു ബോധം പോലും ഇല്ലാത്ത രീതിയിലാണ് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത്. അത്രയും വണ്ടികൾ കിടക്കുന്നു. എത്ര നേരമായിട്ട് നമ്മളിവിടെ ബ്ലോക്കിലാണ്. എന്നാൽ അറ്റ്ലീസ്റ്റ് ആൾക്കാര് ഈ അടി സൈഡിൽ നിന്ന് അടി ഉണ്ടാക്കിയിട്ട് ആൾക്കാരെങ്കിലും പോകാനുള്ള രീതിയിൽ നമ്മളെ ആക്കണ്ടേ. ആംബുലൻസ് വന്ന് കിടക്കുന്നു, എന്നിട്ട് പോലും നടു റോഡിൽ നിന്ന് കാണിക്കുന്ന കോപ്രായങ്ങള്, ഇതൊക്കെ എന്തുവാ ഇത്? എന്നാ നടുക്കോട്ടങ്ങ് കേറി അങ്ങ് നിക്ക്. അത് അങ്ങനെ കുറച്ച് ആൾക്കാര് ഈ പയ്യന്മാര് കൊണ്ട് വരുന്ന കുറച്ച് ബൈക്കുകാരും എല്ലാവർക്കും തിരക്കാ. അപ്പം ഇച്ചിരി നേരം ഒരു 5 മിനിറ്റ് ഇത് കേരളത്തിൽ വരുമ്പോ ആകെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇതാണ്. റോഡിലൂടെ മര്യാദയ്ക്ക് പോകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ബൈക്കുകാര് ഏതൊക്കെ ഇടയിൽ കൂടെയാ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിനി എത്ര പതുക്കെ പോയാലും ഏതൊക്കെ രീതിയിൽ ആക്സിഡന്റ് വരും എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും നാളും നോട്ടീസ് ചെയ്തൊരു സംഭവമാണ്. ഇതേപോലെ തന്നെ റോഡില് പല ആൾക്കാര് പോകുന്ന രീതിയും, എത്ര വണ്ടി ഫ്രണ്ടിൽ കിടന്നാലും ബാക്കിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു 5 മിനിറ്റ്സ് എന്തോ വെയിറ്റ് ചെയ്താൽ അവർക്ക് ലോകത്തിൽ എന്തോ നഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ വണ്ടി ഓടിക്കുന്നതും. ഈ പുറകിൽ നിന്നുള്ള ഹോൺ അടിച്ചുള്ള ഡിസ്റ്റർബൻസ് ടു മച്ച്. ഇതൊക്കെ ഒരു സാമാന്യ ബോധം വേണ്ടുന്ന കാര്യമാണ്.